അങ്ങനെ വീണ്ടും ഒരു പെരുന്നാള്, വലിയ പെരുന്നാള് ആഘോഷം ഈ തവണ UK തന്നെ. നാട്ടിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പള്ളി പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഫെബിൻ വന്ന് പിക്ക് ചെയ്തു. നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ഏർലി മോർണിംഗ് രാവിലെ 7 മണിക്കും 9:30ക്കും ആയിരുന്നു. അപ്പൊ 9:30ക്കുള്ള ഈദ്ഗാഹിനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നേരെ പോയി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടോ. അങ്ങനെ ഞങ്ങള് മാറ്റൊക്കെ വിരിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. നമ്മുടെ കൂടെ ചങ്ക് ഷെഫീഖോ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത്തവണ ഷറഫും ഉണ്ടായില്ല, അവൻ ലണ്ടനിലാണ്. അപ്പോൾ അതിന്റെ അകത്തൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ലേഡീസിന് നിസ്കരിക്കാനും കയറി നിൽക്കാനൊക്കെ ആയിട്ടോ. അതിന്റെ ഇടയ്ക്ക് നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ഖുത്തുബക്ക് മുമ്പ് തന്നെ ജസ്റ്റ് മഴ പൊടിഞ്ഞു തുടങ്ങി. അങ്ങനെ വേഗം എല്ലാവരും ഓടി ഓടി പോകുന്ന നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഫെബിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ പോയി ഇന്ന് അവിടെയാണ് ഫുഡ് കേട്ടോ, ഫെബിന്റെ വക. അവിടുന്ന് നേരെ മോൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് എടുത്ത് നേരെ ഞങ്ങൾ പോയി ഫെബിന്റെ വീട്ടിലേക്ക്. അവിടെ ഫെബിൻ ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് നല്ല മന്തിയും അടിപൊളി ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ചങ്കായ നമ്മുടെ ഷറഫ് ഇതേ ലണ്ടനിൽ നിന്ന് വന്നു. അപ്പൊ അവനും കൂടിയും കൂട്ടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടാ. അപ്പൊ ഇന്നത്തെ ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫെബിനായിരുന്നു കേട്ടോ. ഫെബിന്റെ അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ നല്ല ക്യാരറ്റ് ബോൾ പുഡിങ്ങും ഉണ്ടായിരുന്നു കൂടെ. എന്തിനു പറയാം, എല്ലാവരുമായിട്ട് ഭയങ്കര സൽക്കാരമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇതേ കൊച്ചിൻ്റെ കൂടെ കുറച്ചെല്ലാം കളിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു മൊമെന്റ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഫുഡും അതേപോലെ അവർ സൽക്കാരമൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമായി. അതേപോലെ അവർ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു, നല്ല സ്വീറ്റും കഴിച്ചു. അങ്ങനെ ഈ തവണത്തെ വലിയ പെരുന്നാൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നേരെ അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ അടിപൊളി ഒരു പെരുന്നാൾ കൂടാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്ക്.